ചെമ്മൺപാതയിലൂടെ നടക്കുമ്പോഴും മഹേന്ദ്രന്റെ ഉള്ളം രാധികയുടെ കൂടെ കണ്ട രുദ്രയുടെ പുറകെയായിരുന്നു. അവളുടെ വിടർന്ന നയനങ്ങളിൽ നിന്നും നീണ്ട തീക്ഷ്ണമായ നോട്ടം തന്റെ മനസ്സിനെ ഒരു നിമിഷം പിടിച്ചുലച്ചു. അവളുടെ നാസികയിൽ തിളങ്ങി നിന്ന വെള്ളക്കല്ല് മൂക്കുത്തിക്ക് അർക്കനേക്കാൾ ശോഭയുണ്ടായിരുന്നുവോ? വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചുവന്ന ചെത്തിയിലേക്ക് അവന്റെ കൈകൾ നീണ്ടു. ഒരു കുല ചെത്തിപ്പൂവുകൾ പറിച്ച് അവൻ ചിന്തിച്ചു. അവളുടെ അധരങ്ങൾക്ക് ഈ പുഷ്പങ്ങളെക്കാൾ വർണ്ണമുണ്ടായിരുന്നില്ലേ? തണ്ടിൽ നിന്നും ഓരോ പൂവുകൾ ഇറുത്തെടുത്ത് അവൻ അതിലെ തേൻ നുകർന്നു. അവ രുദ്രയുടെ അധരങ്ങളായി സങ്കല്പിക്കുമ്പോൾ സഹോദരി എന്നറിയാതെ അവൻ അവളെ മോഹിക്കുകയായിരുന്നു. ദേവിയുടെ നടയിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോഴും മനഃശാന്തി ലഭിക്കാതെ നെഞ്ചിലൂടെ പൊങ്ങി വന്ന വിങ്ങൽ മിഴിയെ ആർദ്രമാക്കിക്കൊണ്ട് രുദ്രയുടെ കവിളിലേക്ക് കിനിയാൻ തുടങ്ങിയിരുന്നു. അവളെ പ്രാർത്ഥിക്കുവാൻ വിട്ടുകൊണ്ട് രാധിക പ്രദക്ഷിണ വീതിയിലേക്ക് നടന്നു. ഒരു ചുടുനിശ്വാസം കാതോരം പതിഞ്ഞതറിഞ്ഞ് രുദ്ര മിഴികൾ തുറന്നതും തൊട്ടടുത്ത് നിൽക്കുന്ന ദേവദത്തനെ കണ്ട് അവളൊന്ന് പകച്ചു. അവളുടെ നോട്ടം അവനിൽ പതിഞ്ഞു നിൽക്കുന്നത് കണ്ട് വീണ്ടും അവൻ അവളുടെ മുഖത്തേക്ക് ഊതി. ഒന്ന് ഞെട്ടി കണ്ണുകൾ അടച്ചു തുറന്ന് അവൾ സ്വബോധത്തിലേക്ക് വന്നു. സ്വപ്നം കാണുവാണോ നീ? മറുപടി പറയാതെ ദേവിയെ ഒന്നുകൂടി തൊഴുത് അവളും പ്രദക്ഷിണ വഴിയിലേക്ക് നടന്നു. പിന്തുടർന്നുകൊണ്ട് ദേവദത്തനും. തൊഴുതു കഴിഞ്ഞ് അവൾ രാധികയുടെ ഒപ്പം വീട് ലക്ഷ്യമാക്കി നടന്നു. രുദ്രേ! പിൻവിളി കേട്ടതും അവളും രാധികയും നിന്നു. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. രുദ്ര ദേവദത്തനെയും രാധികയെയും മാറി മാറി നോക്കി. ഞാൻ അങ്ങോട്ട് നിൽക്കാം, നീ സംസാരിച്ചിട്ട് വാ. രാധിക മുന്നോട്ടാഞ്ഞു. രാധു, കാത്തു നിന്നാ നിനക്ക് മുഷിയും. ദേവന്റെ വാക്കുകൾ കേട്ട് രാധിക അവനെ തറപ്പിച്ചു നോക്കി. ദേവനാവട്ടെ ദയയോടെ അവളെ കൈകൂപ്പി കാണിച്ചു. കാര്യം മനസ്സിലായെന്ന പോൽ അവൾ ചിരിച്ചു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പള്ളി പുള്ളി തെറ്റാതെ വന്ന് പറഞ്ഞോളണം കേട്ടോടി. രാധിക രുദ്രയുടെ കാതോരം പറഞ്ഞു. എന്ത്? അയ്യ, കണ്ണടച്ച് പാല് കുടിച്ച ആരും അറിയില്ലെന്നാ നിന്റെ വിചാരം? പോടി. ഞാൻ ഏതായാലും സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല. പറഞ്ഞു തീർത്തിട്ട് വേഗം വിളിക്കണേ ദേവേട്ടാ, ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോ ഞാൻ മറുപടി കൊടുത്ത് കുഴയും. ഓ, വേഗം വിട്ടേക്കാം. പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ രാധിക അവിടെ നിന്നും പിൻവാങ്ങി. നമുക്ക് അമ്പൽക്കുളത്തിലേക്ക് പോയാലോ? ദേവന്റെ ചോദ്യത്തിന് തലയാട്ടിക്കൊണ്ട് അവൾ സമ്മതം അറിയിച്ചു. കുളത്തിന്റെ കരയിൽ സ്ഥാനം പിടിച്ചിരുന്ന കല്ലുകളിൽ അവർ ഇരിപ്പുറപ്പിച്ചു. രുദ്രേ, അന്ന് വായനശാലയിൽ വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അമ്മാവനോടും നിന്നോട് ചിലത് ചോദിക്കാനും പറയാനും ഏൽപ്പിച്ചിരുന്നു. മറുപടി കിട്ടിയില്ല. അവൾ നിശബ്ദയായി. രുദ്രേ, മറുപടി ഇല്ലേ നിനക്ക്? ദേവേട്ടൻ ശരിക്കും ആലോചിച്ചിട്ടാണോ? അതെ, അച്ഛൻ പറഞ്ഞു ദേവേട്ടനെല്ലാം അറിയാന്ന്. അത് മുൻപേ ഞാൻ മനസ്സിലാക്കിയതുമാണ്. പക്ഷേ ദേവേട്ടന്റെ അമ്മയ്ക്കും സഹോദരിക്കും ഞാനും മാധവ പണിക്കരുമായുള്ള ബന്ധം എന്തെന്നറിയില്ല. അതറിയുമ്പോ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് ദേവേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ അമ്മയും സഹോദരിയും എന്നേക്കാൾ മറ്റാർക്കാ അറിയുന്ന രുദ്രേ? അവരൊരു അനിഷ്ടവും നിന്നോട് കാണിക്കില്ല. അച്ഛൻ ഈ വിവാഹം നടന്നു കാണാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണമായി പറയുന്നത് ഈ വിവാഹം മുൻകൈ എടുത്ത് നടത്താം, എന്നെ കാണാൻ അധികാരത്തോടെ വരാം, പലതും മറച്ചു വെച്ച് വിവാഹം നടത്തിയെന്ന കുറ്റബോധം ഒഴിവാക്കാം എന്നൊക്കെയാ. ഏറ്റവും ഉപരിയായി ഇത്രയും നല്ലൊരു പുരുഷനെ എനിക്ക് വരനായി കണ്ടുപിടിക്കാനാകില്ലത്രേ. ദേവദത്തനൊന്ന് ചിരിച്ചു. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് തിരിച്ചു. ഉത്തമയായ ഭാര്യയോ നല്ലൊരു കുടുംബിനിയോ ആകാൻ എനിക്ക് കഴിയൂ? ഇത്തരമൊരു ബന്ധത്തിൽപ്പെട്ട് എപ്പോഴെങ്കിലും അപഹാസ്യനായ ദേവേട്ടൻ ജീവിക്കേണ്ടി വരുമോ? ഇത്യാദി ചിന്തകൾ എന്റെ മനസ്സിനെ മതിക്കുകയാണ് ദേവേട്ട. ഇതൊക്കെ ചിന്തിക്കുന്നതിന് പകരമേ എന്നോട് നിനക്ക് പ്രണയമുണ്ടോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിക്കൂടെ എന്റെ രുദ്രേ? രുദ്ര അവനെ ഇമ ചിമ്മാതെ നോക്കി. ഒരു കള്ളനോട്ടത്തോടെ അവളെ വീക്ഷിക്കുകയായിരുന്നു അവനപ്പോൾ. എന്റെ പെണ്ണെ, എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ? എനിക്ക് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. അമ്മാവൻ ചെയ്തത് തെറ്റ് തന്നെയാ. അതിനെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കില്ല. നിന്റെ അമ്മയും ആ തെറ്റിന്റെ ഭാഗമാണ്. പക്ഷേ നീ എങ്ങനെ തെറ്റാവും? ഞാൻ പ്രണയിച്ചത് നിന്നെയാ. ആദ്യം നിന്റെ സ്വരമാധുരിയാണ് എന്നെ ഹഠാത് ആകർഷിച്ചത്. അപരിചിതയായ ഒരുവരുടെ നീർക്കണങ്ങൾ എന്തിനെന്റെ ഹൃദയത്തെ പൊള്ളിച്ചുവെന്ന് ഇന്നും എനിക്ക് അജ്ഞാതമാണ്. നിന്റെ രൂപം, നിന്റെ ധൈര്യം, നിന്റെ കുസൃതി, നീ എനിക്ക് നൽകുന്ന നേർത്തൊരു പുഞ്ചിരി പോലും ഞാൻ നിന്നിലേക്ക് അടുക്കാൻ കാരണങ്ങളായി. അതിനെല്ലാം ഉപരി നിന്റെ കണ്ണുകളിൽ അലയടിക്കുന്ന എന്നോടുള്ള പ്രണയം എത്രയോ വട്ടം ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നു. രുദ്ര അത്ഭുതത്തോടെ അവനെ കേട്ടിരുന്നു. എന്റെ പ്രണയം നീയാണ് രുദ്ര. നിന്റെ മാതാപിതാക്കൾ ആരുമായിക്കൊള്ളട്ടെ, എന്നെ അത് ബാധിക്കുന്നില്ല. ഇനി നീ ഒരു അനാഥയായിരുന്നെങ്കിൽ പോലും എന്റെ പ്രണയത്തിന് അണുവിട കുറവ് വരില്ല രുദ്ര. ദേവേട്ട,
ഒരു വാക്ക് ഞാൻ നൽകാം നിനക്ക്. ഒരിക്കലും ഏകയാകില്ല നീ. ഏതു പ്രതിസന്ധിയിലും നിന്റെ നിഴലായി ഞാൻ കൂടെ ഉണ്ടാവും. രുദ്രയുടെ നയനങ്ങളിൽ നിന്നും അശ്രുക്കൾ അതിർത്തി ലംഘിച്ചൊഴുകി തുടങ്ങി. അവളുടെ വദനം തന്റെ കൈക്കുമ്പിളിലാക്കി ആ മിഴികളെ ദേവൻ ചുംബിച്ചു. അവളൊന്നു പിടഞ്ഞു. തന്നെ സ്വതന്ത്രയാക്കി ആ നിമിഷം രുദ്ര പകപ്പോടെ എഴുന്നേറ്റു. ഒന്നും പറയാതെ കടന്നുപോകാൻ തുനിഞ്ഞ അവളെ വലത് കൈയാൽ ദേവദത്തൻ പിടിച്ചു നിർത്തി. മറുപടി പറയാതെ ഇനി നീ ഒരടി വെക്കില്ല രുദ്ര. പൊടുന്നനെ രുദ്ര അവന്റെ അധരത്തിലേക്ക് തന്റെ അധരം ചേർത്തു. കൈ വിടുവിക്കാനുള്ള ശ്രമം ഫലം കാണാത്തതിനാൽ കുളത്തിലേക്ക് അവനെ തള്ളി കൊടുങ്കാറ്റിനേക്കാൾ വേഗതയിൽ അവിടെ നിന്നും ഓടിയകന്നു. ഞെട്ടലിൽ നിന്നും മോചിതനാകാതെ ദേവദത്തൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അവൾ പോയിരുന്നു. ചിരിയോടെ ചുണ്ടിലെന്ന് തൊട്ടുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. കാർ വീട്ടുപടിക്കലെത്തിയിട്ടും അതറിയാതെ തപസ്യയിൽ ചില ചിത്രങ്ങൾ അങ്ങിങ്ങായി തെളിഞ്ഞും മറഞ്ഞുമിരുന്നു. ദേവദത്തന്റെ അസ്ഥിത്തറയ്ക്ക് മുന്നിൽ നിന്നതു മുതൽ ആ യാത്രയിൽ ഉടനീളം രുദ്ര ആരെന്ന് അവൾ അറിയുകയായിരുന്നു. അകത്തേക്ക് കയറിയ തപസ്യ കുളിമുറിയിലേക്ക് നടന്നു. കൈക്കുടന്നയിൽ വെള്ളമെടുത്ത് മുഖത്ത് ശക്തിയായി ഒഴിച്ചു. അപരിചിതമായ ചുറ്റുപാടുകളും സന്ദർഭങ്ങളും ആളുകളും തനിക്ക് മുന്നിൽ ചിത്രങ്ങൾ പോലെ തെളിഞ്ഞു വന്നത് എന്തിനെന്ന് അവൾക്ക് മനസ്സിലായില്ല. താൻ കണ്ടത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം അവളുടെ മനസ്സ് കലുഷിതമായി. പക്ഷേ രുദ്രയും ദേവദത്തനും മുൻപ് എപ്പോഴോ താൻ കേട്ട പേരുകളല്ലേ? പിന്നെ മറ്റൊന്ന് തന്റെ ഇളയച്ചനായ ഹരീന്ദ്രന്റെയും. വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ച് ഷവർ തുറന്ന് അവൾ അതിനടിയിലേക്ക് നിന്നു. തലയെയും മനസ്സിനെയും കുളിരണിയിച്ചുകൊണ്ട് ജലഗണങ്ങൾ താഴേക്ക് ഒഴുകിയിറങ്ങി. കുളി കഴിഞ്ഞ് ശരീരമാകെ തുടച്ച് ടവൽ കൊണ്ട് തന്നെ കച്ചിയുടുത്ത് അവൾ പുറത്തേക്കിറങ്ങി. അലമാരയിൽ നിന്നും വസ്ത്രങ്ങൾ എടുത്തു ധരിച്ചു. മുടിയൊന്ന് വിടർത്തിയിട്ട് അവൾ കണ്ണാടിക്ക് മുന്നിൽ ചെന്നു നിന്നു. ഇരുവശത്തു നിന്നും കുറച്ചു മുടിനാരുകൾ എടുത്ത് പിറകിലേക്ക് പിന്നിയിട്ടു. ഇരു കൈയാലും മുഖമൊന്ന് അമർത്തി തുടച്ച് കണ്ണാടിയിലേക്ക് നോക്കി അവൾ ഞെട്ടി പുറകോട്ട് അടിവെച്ചു. ആരെയോ അന്വേഷിക്കും പോലെ പുറകിലേക്ക് അവൾ ഭയത്തോടെ നോക്കി. ആ മുറി മുഴുവൻ അന്വേഷിച്ചിട്ടും കണ്ണാടിയിൽ കണ്ട ആ രൂപത്തെ അവൾക്ക് കാണാൻ സാധിച്ചില്ല. വർദ്ധിച്ച നെഞ്ചിടിപ്പോടെ വീണ്ടും അവൾ കണ്ണാടിയിലേക്ക് ഉറ്റുനോക്കി. സത്യമോ മിഥ്യയോ എന്നറിയാതെ ഇത്ര നേരവും തന്റെ മനസ്സുഴറിയത് കണ്ണാടിയിൽ കാണുന്ന ആ രൂപത്തെക്കുറിച്ചായിരുന്നില്ലേ എന്നവൾ ചിന്തിച്ചു. അതെ, അതവളാണ്, രുദ്ര. അലറാൻ മനസ്സ് കുതിക്കുമ്പോഴും ശബ്ദം തൊണ്ടയിൽ തടഞ്ഞു നിന്നു. തൊണ്ട വരണ്ടു പൊട്ടും പോലെ അവൾക്ക് തോന്നി. ഒരിറ്റു വെള്ളത്തിനായി അവൾ ആശിച്ചു. മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമം നടത്തിയെങ്കിലും കാലുകൾ നിശ്ചലമായത് അവൾ അറിഞ്ഞു. ശരീരമാസകലം ഒരു വിറയൽ അവളെ ബാധിച്ചു. ഭയപ്പാടോടെ അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. തപസ്യ വിളി കേട്ടെങ്കിലും കണ്ണുകൾ തുറക്കാൻ അവൾ ധൈര്യപ്പെട്ടില്ല. തപസ്യ, ഭയപ്പെടേണ്ട, കണ്ണുകൾ തുറക്കൂ. അപ്പോഴും അവൾ ഭയത്തോടെ നിന്നതേയുള്ളൂ. തപസ്യ, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. എന്റെ മോചനം നിന്റെ കൈകൾ കൊണ്ടായിരുന്നു. നിന്നിലൂടെ പലതും എനിക്ക് സാധിക്കാനുണ്ട്. പക്ഷേ നിന്നെയോ നിന്റെ കുടുംബത്തെയോ ഞാൻ ദ്രോഹിക്കില്ല. നിങ്ങൾക്ക് ആർക്കും ഒരു പോറൽ പോലും ഞാൻ ഏൽപ്പിക്കില്ല. തപസ്യ മെല്ലെ കണ്ണുകൾ തുറന്നു. മുണ്ടും നേരിയതുമുടുത്ത് വെളുത്തു കൊലുന്നനെയുള്ള ഒരു സുന്ദരീ ശില്പം അവൾക്ക് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. രുദ്രയുടെ കരിയെഴുതിയ കണ്ണുകൾക്ക് ആകർഷണമേറെയാണെന്ന് തപസ്യ ഓർത്തു. നാസികയിലെ വെള്ളക്കല്ല് മുക്കുത്തി ചെറുതായി തിളങ്ങുന്നുണ്ട്. അധരങ്ങൾ അസ്തമയ സൂര്യന്റെ ശോഭയോടെ വിളങ്ങുന്നു. നെറ്റിയിൽ ചുവന്ന വലിയ വട്ടപ്പൊട്ടും മുകളിലായി ചന്ദനക്കുറിയും കുങ്കുമക്കുറിയും, നെറുകയിൽ സിന്ദൂരം. മെടഞ്ഞിട്ടിരിക്കുന്ന മുടിയിൽ മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. കഴുത്തിൽ നേർത്തൊരു താലിമാലയും കാതിൽ വെള്ളക്കല്ല് പതിച്ച മുട്ടുകമ്മലും, ഇരു കൈകളിലും ഓരോ വളയും, കാലിൽ നിറയെ മണികളുള്ള തങ്കക്കുലുസും. എല്ലാം കൂടി ഐശ്വര്യം തുളുമ്പുന്ന ഒരു സുന്ദര ശില്പം. തപസ്യ. സാഗൂതം രുദ്രയെ വീക്ഷിച്ചുകൊണ്ടിരുന്ന തപസ്യ ഭയത്തോടെ തന്നെ വിളി കേട്ടു. ഭയം തോന്നുന്നോ? ഞാൻ ആരായിരുന്നുവെന്ന് ഇത്രയും നേരം നീ കാണുകയായിരുന്നില്ലേ തപസ്യ? എന്നിട്ട് നിനക്ക് ഭയമോ? ഇതുവരെ കണ്ട രുദ്രയോട് അലിവും സ്നേഹവും മാത്രമേ ഉള്ളൂ. പക്ഷേ രുദ്ര മരണപ്പെട്ടു എന്നുള്ളത് സത്യമായ സ്ഥിതിക്ക് മുന്നിൽ നിൽക്കുന്ന ഈ രൂപത്തെ കാണുമ്പോൾ ഭയം തോന്നുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? അത്രയും അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. മരണപ്പെട്ടു എന്നല്ല, കൊന്നതാണ് അവരെന്നെ. രുദ്രയുടെ കണ്ണിൽ അഗ്നി എരിഞ്ഞു. തപസ്യ ഭയത്താൽ അടിമുടി വിറച്ചു. നിനക്കറിയണ്ടേ തപസ്യ, അതെങ്ങനെയാണെന്ന്? വേണമെന്ന അർത്ഥത്തിൽ തപസ്യ തലയാട്ടി. തപസ്യയും കൂട്ടി അന്നത്തെ കാഴ്ചകളിലേക്ക് രുദ്ര ഒരിക്കൽ കൂടി പോയി. ഗോപിയേ വിളി കേട്ട് അകത്തു നിന്നും പ്രായമുള്ളൊരു സ്ത്രീ പുറത്തേക്ക് വന്നു. ആരാ അത്? ഗോപിയുടെ വീട് ഇത് തന്നല്ലേ? അതെ. അവന്റെ പരിചയക്കാരനാണോ?
ഞാൻ അവന്റെ കൂട്ടുകാരനാ. കയറിയിരിക്കൂ, ഞാൻ വിളിക്കാവനെ. ആ സ്ത്രീ അകത്തേക്ക് പ്രവേശിച്ച് അല്പസമയത്തിന് ശേഷം ഗോപി പുറത്തേക്ക് വന്നു. എടാ വേണു, നീയോ? അതേടാ, ഞാൻ തന്നെ. നീ ഇത് എവിടായിരുന്നു? ഇടയ്ക്ക് വരാന്ന് പറഞ്ഞു പോയതാണല്ലോ. ഓ, പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. ഇവിടെ അതിന് സൗകര്യം ഇല്ലാത്തത് കൊണ്ടേ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. അമ്മേ, ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുവാ. വന്ന പാടെ പോകുവാണോ? ഞാൻ ചായ എടുക്കുന്നുണ്ട്. ഇപ്പൊ വരാമ്മേ. ഇവനിവിടെ ആദ്യമല്ലേ ഈ നാടൊക്കെ ചുറ്റിക്കാണോന്ന്. അത് പിന്നെ ആകാലോ. ഇപ്പോഴാകുമ്പോ വെയിലില്ലമ്മേ, വേഗം എത്താം. രണ്ടാളും പുറത്തേക്ക് ഇറങ്ങി. പറ, അന്ന് ഏതോ പെണ്ണിനെ ഒപ്പിച്ചിട്ട് ഞങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞു പോയതാണല്ലോ നീ. പിന്നെ ഇപ്പോഴാണല്ലോ പൊങ്ങുന്നേ. പെണ്ണിനെ ഒപ്പിക്കാൻ പോയിട്ട് 2-3 മാസം കുഴമ്പും കഷായം ഒക്കെ ആയിട്ട് കിടപ്പിലായിരുന്നു. എന്തു പറ്റിയടാ? ആ പെണ്ണെ കാഞ്ഞ വിത്ത. അവളെ അവളുടെ അമ്മയെ ഞങ്ങൾ പൊക്കിയതാ. പക്ഷെ അവൾ എന്നെ എന്തോ വെച്ച് തലക്കടിച്ച് മുറി പൂട്ടിയിട്ടു. അയൽക്കാരുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിലധികം കിട്ടി. അതിനേക്കാൾ വലുതായിരുന്നു അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. അയാൾ എന്നെ കൂലിക്ക് ആളെ വെച്ച് തല്ലിച്ച്. ആരാടത്? നിന്നെ തല്ലിയെന്നോ? ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. നീ വാ, നമുക്ക് മഹിയും കൂട്ടാം. അയാൾക്കിട്ട് 2 പൊട്ടിച്ചിട്ടേ കാര്യമുള്ളൂ. നീ ഇങ്ങനെ ചാടാതെ. സുഖം പ്രാപിച്ച ശേഷം ഞാൻ ആദ്യം പോയത് അവളുടെ വീട്ടിലേക്കാ. പക്ഷെ അവരവിടുന്ന് താമസം മാറി. ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് ആർക്കും അറിയില്ല. എന്നാലും നിന്നെ തല്ലിയിട്ട് ഒരടി തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ, കിട്ടും എന്റെ കൈ. അവളെ അവളുടെ തന്ത. നീ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവോ? പിന്നില്ലേ, നമുക്ക് കൂടണ്ടേ? അവള് പോയാ മറ്റൊന്ന്, അത്രേ ഉള്ളൂ. വേറൊരുത്തി എന്റെ കയ്യിലുണ്ട്, നമുക്ക് ആഘോഷിക്കാടാ. നിന്റെ ആ ചങ്ങാതിയെ വിളിച്ചോ, മഹേന്ദ്രനെ. ആ, അവൻ നിന്നെ നോക്കിയിരിക്കുന്നുണ്ട്. നമുക്ക് എന്റെ വീട്ടിൽ കൂടാം. പക്ഷെ പെണ്ണിനെ വളച്ചു കയറ്റാൻ പറ്റില്ല, ഇപ്പോഴേ പറഞ്ഞേക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ ഈ പരിപാടിക്ക് കുടുംബത്തെ അറിയിക്കാൻ പറ്റില്ലല്ലോ. ഒളിച്ചും പാത്തും വേണ്ടേ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ. എന്നാ നീ വാ, വീട്ടിലേക്ക് പോവാം. ഇരുവരും ഗോപിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. പതിവ് പോലെ രുദ്രയും രാധികയും ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടു. രുദ്രയെ കാത്തെന്ന പോലെ അമ്പലമുറ്റത്ത് ദേവദത്തനും അമ്മ രേണുകയും സഹോദരി ശ്രീദേവിയും മകൻ 1.5 വയസ്സുകാരൻ സിദ്ധാർത്ഥും ഉണ്ടായിരുന്നു. അവരെ കണ്ടതും ദേവദത്തൻ കൈ കാണിച്ചു വിളിച്ചു. എല്ലാവരെയും കണ്ട് ഉത്കണ്ഠയോടെ രുദ്ര അടുത്തേക്ക് ചെന്നു. രുദ്ര എന്നല്ലേ പേര്? രേണുക അവളുടെ കൈ തന്റെ കരവലയത്തിനുള്ളിലാക്കി. അതെ, ഞാൻ ആരാന്ന് മനസ്സിലായോ? അമ്മ. രേണുക ചിരിച്ചു. അപ്പൊ ഞാനോ? ശ്രീദേവി ഉടനെ ചോദ്യം ആരാഞ്ഞു. ദേവേട്ടന്റെ കുഞ്ഞോള്. രുദ്ര പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിന്റെ കവിളിൽ തലോടി. ആഹാ, അപ്പൊ എല്ലാരും അറിയാല്ലേ? ദേവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. മോളെക്കുറിച്ച് ഇവനും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. ഞങ്ങൾ ഉടനെ വീട്ടിൽ വരുന്നുണ്ട്, മോളെ ഞങ്ങൾക്ക് തരുമോന്ന് ചോദിക്കാൻ. അതിനു മുൻപ് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോ ദേവനാണ് പറഞ്ഞത് ദിവസവും അമ്പലത്തിൽ വരുമെന്ന്. എങ്കിൽ പിന്നെ സാക്ഷാ ദേവിയെയും ഇവന്റെ ദേവിയെ ഒരുമിച്ച് കാണാന്ന് ഓർത്തു. ദേവേട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അമ്മേ. ആ, അങ്ങോട്ട് നിലവിളക്കം പിടിച്ച് കയറിയാ മതി, അതാണ് ആചാരം. രുദ്ര ഒളികണ്ണാൽ ദേവദത്തനെ നോക്കി. ചുണ്ടിലൂറിയ ചിരിയാൽ തന്നെ നോക്കി നിൽക്കുന്ന ദേവദത്തനെ കണ്ട അവളുടെ മുഖം ലാസ്യഭാവത്താൽ കൂമ്പി. അപ്പോ എന്റെ നാത്തൂനാവാൻ തയ്യാറായിരുന്നുള്ളൂ ട്ടോ. അടുത്ത് തന്നെ ഞങ്ങള് വീട്ടിലേക്ക് വരാം. ശ്രീദേവി പറയുന്നത് കേട്ട് രുദ്ര ചിരിച്ചുകൊണ്ട് തലയാട്ടി. പുതിയ മോളെ കിട്ടിയപ്പോ നമ്മള് പുറത്തു. രാധിക കൃത്രിമ ദേഷ്യത്തോടെ ചുണ്ടുകൂട്ടി. അയ്യോടി, ആര് വന്നാലും പോയാലും രാധക്കുട്ടിയെ ഞങ്ങള് പുറത്താക്കോ? അയ്യാ, നീ ഇവളുടെ അടുത്ത് നാത്തുമ്പോരെടുത്താലുണ്ടല്ലോ നിന്റെ പപ്പും പൂടിയും പറിക്കും ഞാൻ. എങ്കിലേ നീ പറിക്കാൻ തയ്യാറായിട്ടിരുന്നോ, ഞാൻ പോരെടുക്കും. എനിക്ക് ആകെ ഈ ഒരെണ്ണേ നാത്തൂനായിട്ടുള്ളൂ. രുദ്രമോളെ, ഇതിനെ സൂക്ഷിച്ചോളൂട്ടോ. എല്ലാം കേട്ട് ദേവദത്തനും രേണുകയും രുദ്രയും നിന്ന് ചിരിച്ചു. എങ്കി പോട്ടെ മോളെ, അടുത്ത ആഴ്ച കാണാം. രുദ്ര തലയാട്ടി. രാധുകുട്ടി, അമ്മയോടും അച്ഛനോടും ഒക്കെ അന്വേഷണം പറയണേ. ഇതേ അമ്പിക്കും എനിക്കും കൊടുത്തേക്ക്. കുറച്ച് പേരൊക്കെയാ, നിങ്ങളും കഴിച്ചോ. രേണുക ഒരു സഞ്ചി അവൾക്ക് നേരെ നീട്ടി. രാധിക സന്തോഷത്തോടെ അത് വാങ്ങി. ആ വീട് വാടകയ്ക്ക് കൊടുത്തൂല്ലേ? അവിടുത്തെ അല്ലേ ഈ പേരയ്ക്ക? എത്ര നാളെന്ന് വെച്ചാ പൂട്ടിയിടണേ. ഇടയ്ക്ക് പോയി അടിച്ചു തുടച്ച് ഞാൻ മടുത്തു. ആളും എനക്കൊക്കെ ഉണ്ടാവുമ്പോ വൃത്തിയായി കിടക്കൂലോ, അതോർത്തിട്ടാ. മൂന്തേട്ട ഉണ്ടാക്കിയതല്ലേ, നശിച്ചു കിടക്കുന്ന കാണാൻ വയ്യ. രണ്ടാളുടെ കവിളിലും ഒന്ന് തട്ടി രേണുക മുന്നോട്ട് നടന്നു. അപ്പൊ ശരി നാത്തൂനെ, ഉടനെ വീണ്ടും കാണാം. ശരി കുഞ്ഞോളെ. എടി രാധു, നഖമൊക്കെ രാഗി വെച്ചോളൂ ട്ടോ. പോടി ശ്രീകുട്ടി. ശ്രീദേവിയും ചിരിച്ചുകൊണ്ട് രേണുകയ്ക്ക് പിന്നാലെ നടന്നു. രുദ്രയെ നോക്കി നിൽക്കുന്ന ദേവദത്തനെ കണ്ട് രാധികയ്ക്ക് ചിരി വന്നു. വാദ്യാര് പോകുന്നില്ലേ? ഇങ്ങനെ കണ്ണും നോക്കി നിൽക്കാനാണോ പ്ലാൻ? അതിന് നീ സമ്മതിക്കില്ലല്ലോ. എപ്പ നോക്കിയാലും ഇവളുടെ വാല് പോലെ കാണും. സ്വസ്ഥമായിട്ടൊന്നും നോക്കാൻ കൂടി സമ്മതിക്കില്ല പെണ്ണ്. നിനക്ക് ചെക്കനെ നോക്കാൻ ഞാൻ രാഘവമാമയോട് പറയുന്നുണ്ട്. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല.
ചൊവ്വ അങ്ങനെ ഇടംവലം തിരിയാണ്ട് നിൽക്കുമല്ലേ. പോരാത്തേനെ കെട്ടിക്കാൻ കാശില്ലെന്ന അച്ഛൻ പറയുന്നത്. എങ്കി നമുക്ക് ആ വളക്കച്ചവടക്കാരനെ നോക്കിയാലോടി. അതാവുമ്പോ നിനക്ക് ഇങ്ങോട്ട് വളയിട്ട് അയാൾ കെട്ടിക്കോളും. ദേവേട്ടാ, അമ്പലത്തിൽ വെച്ച് എന്നെ കൊണ്ട് ഭരണിപ്പാട്ട് പാടിക്കരുത്. പിന്നെ ഇവളുടെ ദേവീസ്തുതി കേൾക്കാൻ ദേവേട്ടന്റെ കാതിന് ശേഷം ഉണ്ടാവില്ല. എല്ലാം കേട്ട് ദേവദത്തൻ കൈകൂപ്പി. ഞാൻ പോയേക്കാം, നിങ്ങൾ പോയി തൊഴുതോ. കടക്കണ്ണാൽ രുദ്രയോട് യാത്ര പറഞ്ഞ് ദേവദത്തൻ രേണുകയെയും ശ്രീദേവിയെയും അനുഗമിച്ചു. തുടരും.